ഹലോ ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് S4 ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. S4 ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ വരുന്ന ECT 202 അനലോഗ് സർക്യൂട്ട്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ മുന്നത്തെ സെമസ്റ്ററിലായിട്ട് S3യിലും S2യിലൊക്കെ ആയിട്ട് ഇലക്ട്രോണിക് സർക്യൂട്ട്സൊക്കെ പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ ബേസിക്സൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു തുടർന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, BJT, FET, മോസ്ഫെറ്റിൻ്റെയൊക്കെ ആംപ്ലിഫയർ, അതിൻ്റെ ഡിസൈനിങ്, സ്ട്രക്ചറൊക്കെയാണ് ഇതിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക്കായിട്ടൊരു ഇലക്ട്രോണിക് സർക്യൂട്ട് എന്താണത് ഉദ്ദേശിക്കുന്നത്? ഫ്ലോ ഓഫ് ചാർജ് കാരിയേഴ്സ് ഇൻ സെമി കണ്ടക്ടർ ഡിവൈസസിലെ ചാർജ് ഫ്ലോനെ പറ്റി പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണത് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ്? അനലോഗ് സർക്യൂട്ട്സ്, ഡിജിറ്റൽ സർക്യൂട്ട്സ് ആൻഡ് മിക്സഡ് സിഗ്നൽ സർക്യൂട്ട്സ്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ അനലോഗ് സർക്യൂട്ട്സ് ആണ്. അനലോഗ് സർക്യൂട്ട്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മേഖലയാണ്. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ഇൻപുട്ട് സിഗ്നലും ഔട്ട്പുട്ട് സിഗ്നലും എന്തായിരിക്കും? അനലോഗ് ഫോർമാറ്റിലായിരിക്കും. അനലോഗ് എന്ന് പറഞ്ഞാൽ അറിയാലോ, എന്താണ്? കണ്ടിന്യൂസ് വേവ് ഫോംസ്, അതായത് സൈൻ കോസ് ഫോമിലുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള വേവ് ഫോംസ് നമ്മൾ ഇൻപുട്ടിൽ കൊടുത്തിട്ട് അതിൻ്റെ മോഡിഫിക്കേഷൻസ്, ഒന്നുകിൽ വേവ് ഷേപ്പിംഗ് ആവാം, അല്ലെങ്കിൽ ആംപ്ലിഫിക്കേഷൻ ആവാം, അങ്ങനെ എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് വേവ് ഫോമും കണ്ടിന്യൂസ് ഫോമിൽ, അനലോഗ് ഫോമിൽ കിട്ടുന്നതാണ് അനലോഗ് സർക്യൂട്ട്സ്. അപ്പോൾ അതിൽ വരുന്നത് BJT, FET, OP-AMPs ഒക്കെ അനലോഗ് സർക്യൂട്ട്സിൽ വരുന്നതാണ്. പിന്നെ വരുന്ന കാറ്റഗറിയാണ് ഡിജിറ്റൽ സർക്യൂട്ട്സ്. അത് നമ്മൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ലോജിക് ഗേറ്റ്സ്, മൾട്ടിപ്ലക്സേഴ്സ്, കൗണ്ടേഴ്സൊക്കെ വരുന്ന ഡിജിറ്റൽ. ഇൻപുട്ടും ഔട്ട്പുട്ടും എന്തായിരിക്കും? ഡിജിറ്റൽ ഫോർമാറ്റിലായിരിക്കും. സീറോസ്, വൺസ് എന്നുള്ള ഫോമിൽ വരുന്ന ഇൻപുട്ട്സ് ഔട്ട്പുട്ട്സിനെയാണ് നമ്മൾ ഡിജിറ്റൽ സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് മിക്സഡ് സിഗ്നൽ സർക്യൂട്ട്സ്. അവിടെ എന്താ വരുന്നത്? അവിടെ ഒന്നുകിൽ മിക്സഡ് ആണ്. അപ്പം ഒന്നുകിൽ ഇൻപുട്ട് അനലോഗ് ആവാം, ഔട്ട്പുട്ട് ഡിജിറ്റൽ ആവാം, അല്ലെങ്കിൽ ഇൻപുട്ട് ഡിജിറ്റൽ ആവാം, ഔട്ട്പുട്ട് അനലോഗ് ആവാം. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ ADC, DAC ഒക്കെയാണ്. എന്താണ്? അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ, പിന്നെ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ, അതുപോലത്തെ സർക്യൂട്ട്സ് ഒക്കെയാണ് മിക്സഡ് സിഗ്നൽ സർക്യൂട്ട്സിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ടോപ്പിക് ഏതാണ്? അനലോഗ് സർക്യൂട്ട്സ് ആണ്. ഓക്കെ, അപ്പോൾ അനലോഗ് സർക്യൂട്ട്സിൽ മൊഡ്യൂൾ 1 വരുന്ന ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് ആണ്. ഓക്കെ, വേവ് ഷേപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോസസ്സ് ചെയ്യുന്ന അനലോഗ് സർക്യൂട്ട്സ് ആയതുകൊണ്ട് അനലോഗ് സിഗ്നൽസ് ആണ്. അപ്പോൾ ആ വേവ് ഫോംസിൽ എന്തെങ്കിലും മാറ്റം വരുത്തുക, വേവ് ഫോമിനെ ഷേപ്പിൽ ചേഞ്ചസ് വരുത്തുന്ന സർക്യൂട്ട്സ് ആണ് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് RC, ഡിഫറൻഷിയേറ്റിംഗ് ആൻഡ് ഇൻ്റഗ്രേറ്റിംഗ് സർക്യൂട്ട്സ്. ഓക്കെ, RC എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ? എന്താണ്? R സ്റ്റാൻഡ്സ് ഫോർ റെസിസ്റ്റർ, C സ്റ്റാൻഡ്സ് ഫോർ കപ്പാസിറ്റർ. അപ്പോൾ റെസിസ്റ്ററും കപ്പാസിറ്ററും യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റിംഗ് ആൻഡ് ഇൻ്റഗ്രേറ്റിംഗ് സർക്യൂട്ട്സ് ആണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പം എന്താണ് ഡിഫറൻഷിയേറ്റിംഗ് ഇൻ്റഗ്രേറ്റിംഗ് എന്ന് പറഞ്ഞാൽ? നിങ്ങൾ മാത്തമാറ്റിക്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഡിഫറൻഷിയേഷനും ഇൻ്റഗ്രേഷനും. അത് ഒരു ഫംഗ്ഷനാണ് നമ്മൾ അവിടെ ചെയ്തിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ എന്താണ്? ഒരു സിഗ്നലിൻ്റെ മുകളിലാണ് ഈ ഡിഫറൻഷിയേഷനും ഇൻ്റഗ്രേഷനും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സിഗ്നൽസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനും ഇൻ്റഗ്രേറ്റ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന സർക്യൂട്ട്സ് ആണ് ഈ RC, ഡിഫറൻഷിയേറ്റിംഗ് ആൻഡ് ഇൻ്റഗ്രേറ്റിംഗ് സർക്യൂട്ട്സ്. ഓക്കെ ആണല്ലോ? അപ്പോൾ അതിൽ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡിഫറൻഷിയേറ്ററാണ്. ഓക്കെ, അപ്പോൾ ഡിഫറൻഷിയേറ്റർ ഒരു സിഗ്നലിനെ, അനലോഗ് സിഗ്നലിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഓക്കെ, അതായത് അതിൻ്റെ ചേഞ്ച് ഓവർ ടൈം പീരീഡ്, അതാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്നത് അല്ലേ? D/dt, അതാണ് ഡിഫറൻഷിയേഷൻ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്? ഒരു കപ്പാസിറ്റർ, ഒരു റെസിസ്റ്റർ മാത്രം. ഒരു കപ്പാസിറ്ററും റെസിസ്റ്ററും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ സർക്യൂട്ട് കൊണ്ട് നമുക്ക് ഡിഫറൻഷിയേഷൻ പോസിബിളാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, എ ഡിഫറൻഷിയേറ്റിംഗ് സർക്യൂട്ട് ഈസ് എ സിമ്പിൾ സീരീസ് RC സർക്യൂട്ട് വേർ ദ ഔട്ട്പുട്ട് ഈസ് ടേക്കൺ അക്രോസ് ദി റെസിസ്റ്റർ R. ഓക്കെ, ഈ സർക്യൂട്ടിൽ നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇവിടെ എന്താണ്? ഇൻപുട്ട് Vin, ഇൻപുട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കറണ്ട് I പാസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വരുന്ന എന്താണ്? C എന്നുള്ളൊരു കപ്പാസിറ്ററാണ്. അതിന് സീരീസ് ആയിട്ട് തന്നെ R എന്നുള്ളൊരു റെസിസ്റ്ററും കൊടുത്തിട്ടുണ്ട്. സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. ഇവിടെ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഔട്ട്പുട്ട് എടുക്കുന്നത് ഈ R എന്നുള്ള റെസിസ്റ്ററിൻ്റെ അക്രോസ് ആണ് Vout നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ കാണുന്നുണ്ട് Vout, ഔട്ട്പുട്ട് എടുക്കുന്നത് ഈ റെസിസ്റ്ററിൻ്റെ അക്രോസ് ആണ്. അപ്പം നമുക്ക് എന്ത് കിട്ടണം എന്നാണ് പറയുന്നത്? ഇതൊരു ഡിഫറൻഷിയേറ്റിംഗ് സർക്യൂട്ട് ആയത് കാരണം എന്തിനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? ഇൻപുട്ട് സിഗ്നലിനെ, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നലിൻ്റെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടേണ്ടത് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട്. ഓക്കെ,
അപ്പം എന്തായിരിക്കും ഇക്വേഷനായിട്ട് നമുക്ക് ജസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുക? ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ വി ഔട്ട്, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വി ഔട്ട് പ്രൊപ്പോർഷണൽ ടു ഡി ബൈ ഡി ടി ഡിഫറൻഷിയേഷൻ ഓഫ് വി ഇൻ. എന്താണോ നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്നത് ആ സിഗ്നലിൻ്റെ ഡിഫറൻഷിയേറ്റഡ് ഔട്ട്പുട്ടായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, സോ ഇവിടെയുള്ള രണ്ട് കമ്പോണൻ്റ് എന്ന റെസിസ്റ്ററും കപ്പാസിറ്ററുമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സർക്യൂട്ട് ഒരു ഡിഫറൻഷിയേറ്റിംഗ് സർക്യൂട്ടായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. എന്തൊക്കെയാണ് ആ രണ്ട് കണ്ടീഷൻസ്? ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഓക്കെ, സോ ഇങ്ങനെ ഒരു സർക്യൂട്ട് ഡിഫറൻഷിയേറ്ററായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. വെറും ഒരു കപ്പാസിറ്ററും റെസിസ്റ്ററും മാത്രമേ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ അല്ലേ? അപ്പം ഇതൊരു ഡിഫറൻഷിയേറ്ററായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ദ ടൈം കോൺസ്റ്റൻറ്റ് ആർ സി ഓഫ് ദി സർക്യൂട്ട് ഷുഡ് ബി മച്ച് സ്മോളർ ദാൻ ദി ടൈം പീരിയഡ് ഓഫ് ദി ഇൻപുട്ട് വേവ്. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്നത് ഒരു അനലോഗ് സിഗ്നലായിട്ടുള്ള സൈൻ വേവോ സ്ക്വയർ വേവോ എന്തെങ്കിലും ആണെന്ന് കൺസിഡർ ചെയ്യാം. ഒരു സ്ക്വയർ വേവ് കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ടൈം പീരിയഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് ബീക്ക് തൊട്ടിട്ട് വീണ്ടും അതേ സെയിം ബീക്ക് വരുന്നുള്ള ഡ്യൂറേഷനാണ് ടൈം പീരിയഡ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അതിൻ്റെ ടൈം പീരിയഡ്, അതാണ് ടൈം പീരിയഡ് ഓഫ് ദി ഇൻപുട്ട് വേവ്. പിന്നെയോ ആർ സി കോൺസ്റ്റൻ്റ് എന്താണ്? അപ്പം ടൈം കോൺസ്റ്റൻ്റ് ഓഫ് ആർ സി സർക്യൂട്ട്, ഇത് നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അതായത് ഒരു ആർ സി സർക്യൂട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ടൈം കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ടൈം റിക്വയർഡ് ടു ചാർജ് ദി കപ്പാസിറ്റർ ത്രൂ ദി റെസിസ്റ്റർ ഫ്രം എൻ ഇനീഷ്യൽ ചാർജ് വോൾട്ടേജ് ഓഫ് 0 to approximately 63.2% ഓഫ് വാല്യൂ ഓഫ് എൻ അപ്ലൈഡ് ഡി സി വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു വോൾട്ടേജ് ഇൻപുട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ കപ്പാസിറ്റർ ഈ റെസിസ്റ്ററിലൂടെ ചാർജ് ആവണം അല്ലേ? ചാർജായിട്ട് 0 to 63.2% വരെ എത്താനുള്ള ടൈം എത്ര സമയമെടുക്കുന്നോ അതാണ് അതിൻ്റെ ടൈം കോൺസ്റ്റൻറ്റ്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? ആർ ഇൻറ്റു സി. ജസ്റ്റ് റെസിസ്റ്റർ വാല്യൂയും കപ്പാസിറ്റർ വാല്യൂയും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ അതിൻ്റെ ടൈം കോൺസ്റ്റൻറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ആ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? നമ്മുടെ എന്താണോ ഇൻപുട്ടിൽ കൊടുക്കുന്ന സിഗ്നൽ വി ഇൻ അതിൻ്റെ ടൈം പീരീഡിനെക്കാട്ടും വളരെ വളരെ കുറവായിരിക്കണം അല്ലേ? അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ദെൻ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ദ വാല്യൂ ഓഫ് എക്സ് സി. എക്സ് സി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ? റിയാക്റ്റൻസ് ഓഫ് ദി കപ്പാസിറ്ററാണ്. ഓക്കെ, റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ? നമ്മൾ ഇവിടെ ഒരു അനലോഗ് സിഗ്നലാണ് കൊടുക്കുന്നത് അല്ലേ? അപ്പോൾ ഈ അനലോഗ് സിഗ്നൽ കൊടുക്കുന്ന സമയത്ത് നമുക്കറിയാം കണ്ടിന്യൂസ് സിഗ്നലാണ്. അപ്പോൾ അതിനൊരു ഫ്രീക്വൻസി ഉണ്ടായിരിക്കും. ഇവിടെ ലോ ഫ്രീക്വൻസി ആകുമ്പം ഇതിൻ്റെ റിയാക്റ്റൻസ് അല്ലെങ്കിൽ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. ഫ്രീക്വൻസി കൂടുമ്പോൾ എന്ത് സംഭവിക്കും? കപ്പാസിറ്ററിൻ്റെ റിയാക്റ്റൻസ് കുറയും. അതായത് നമ്മൾ സാധാരണഗതിയിൽ ഒരു സിഗ്നൽ കൊടുക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ഈ രണ്ട് പ്ലേറ്റിൻ്റെ ഇടയിലൂടെ ചാർജസ് ഫ്ലോ ചെയ്യും അല്ലേ? അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ഹൈ ഫ്രീക്വൻസി സിഗ്നൽ വരുമ്പോൾ സംഭവിക്കും വളരെ ഫാസ്റ്റായിട്ട് ചാർജ് കാരിയേഴ്സ് ഈ പ്ലേറ്റിനെ ക്രോസ് മൂവ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്തായിരിക്കും? കറണ്ട് ഫ്ലോ കൂടും അല്ലേ? അപ്പം എന്താണ്? റിയാക്റ്റൻസ് കുറവായിരിക്കും. ഓക്കെ, അപ്പം ഫ്രീക്വൻസി കുറവാകുമ്പം റിയാക്റ്റൻസ് വളരെ കൂടുതലാണ്. എന്തുകൊണ്ടാണ്? ഇതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഇമ്പിഡൻസ് ഹൈ ആണ്. അതായത് വളരെ സ്ലോ ആയിട്ടാണ് ചാർജ് കാരിയേഴ്സ് ഇതിനെ ക്രോസ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് എന്താണ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. സോ എക്സിയുടെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം എന്താണ്? 1/2πfc എന്നാണ്. അപ്പം റിയാക്റ്റൻസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഫ്രീക്വൻസിക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി കൂടുമ്പം എക്സി റിയാക്റ്റൻസ് കുറയും, ഫ്രീക്വൻസി കുറയുമ്പം റിയാക്റ്റൻസ് കൂടും. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞത്? ദ വാല്യൂ ഓഫ് എക്സി ഷുഡ് ബി 10 or more times larger than ആർ. റെസിസ്റ്റൻസ് വാല്യൂവിനെക്കാട്ടും 10 times അതിൽ കൂടുതലോ ഉള്ള വാല്യൂ ആയിരിക്കണം ഈ റിയാക്റ്റൻസ് വാല്യൂ. ഇത് നമ്മൾ എന്തിലാണ്? ഓം തന്നെയാണ് മെഷർ ചെയ്യുന്നത്. യൂണിറ്റ് എന്ന് പറയുന്നത് ഓം തന്നെയാണ്. അപ്പം റെസിസ്റ്റൻസ് വാല്യൂവിനെക്കാട്ടും 10 times അതിൽ കൂടുതലായിരിക്കണം ഈ റിയാക്റ്റൻസ് വാല്യൂ. അങ്ങനെ രീതിയിൽ നമ്മൾ ഡിസൈനിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്തായിരിക്കും? ഒരു പെർഫെക്റ്റ് ഡിഫറൻഷിയേറ്ററായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, ഇനി അതിൻ്റെ പ്രൂഫ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൂഫാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. പ്രൂഫ് വളരെ സിമ്പിളായിട്ടുള്ള പ്രൂഫാണ്. നമുക്കറിയാം എന്താണ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മൾ ഒരു ഇൻപുട്ടിൽ സിഗ്നൽ കൊടുക്കുമ്പം ആ സിഗ്നൽ ഈ കപ്പാസിറ്ററിലൂടെ റെസിസ്റ്ററിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ? അപ്പോൾ കപ്പാസിറ്റർ എന്താ ചെയ്യുക? കപ്പാസിറ്റർ ചാർജ് ആവും അല്ലേ?
കപ്പാസിറ്ററിൻ്റെ ചാർജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇക്വേഷൻ അറിയാലോ. കപ്പാസിറ്ററിലെ ചാർജ് എന്ന് പറഞ്ഞാൽ ക്യൂ ആയിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ക്യൂ ഈസ് ഈക്വൽ ടു എന്താണ്? സി ഇൻറ്റു വി സി. സി എന്ന് പറഞ്ഞാൽ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് വാല്യൂ ഇൻറ്റു വി സി. വി സി എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള വോൾട്ടേജ്. ഓക്കെ, അറിയാലോ. സോ നമുക്കിവിടെ എന്ത് കിട്ടി? ഈ ഒരു സിഗ്നൽ കൊടുക്കുന്ന സമയത്ത് അതിലുണ്ടാകുന്ന ചാർജ് കിട്ടി. അപ്പോൾ ചാർജ് കിട്ടിക്കഴിഞ്ഞാൽ കറണ്ട് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. എങ്ങനെയാണ് കറണ്ട് കണ്ടുപിടിക്കാം? കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് ഫ്ലോ അല്ലേ? ചാർജ് ഫ്ലോ സംഭവിക്കുമ്പോഴാണ് നമുക്ക് കറണ്ട് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡി ക്യൂ ബൈ ഡി ടി എന്ന് എഴുതാൻ പറ്റും അല്ലേ? ചാർജ് ഫ്ലോയിൽ ചേഞ്ച് വരുമ്പോഴാണല്ലോ കറണ്ട് ഉണ്ടാകുന്നത്. അതായത് ചാർജ് ഫ്ലോ ആകുമ്പോഴാണല്ലോ കറണ്ട് വരുന്നത് അല്ലേ? അതിൻ്റെ റേറ്റ് എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാം? ഡി ക്യൂ ബൈ ഡി ടി. ഓക്കെ, അറ്റ് ടൈം ഡ്യൂറേഷൻ ടി, ഐ അറ്റ് ടി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ടി വരെയുള്ള ഡ്യൂറേഷനിലെ എത്ര ചാർജ് ഫ്ലോ, ചാർജിലെ വേരിയേഷൻസ്, ഡി ക്യൂ ബൈ ഡി ടി ആണ് അവിടുത്തെ കറണ്ട്. അപ്പം ഐ ഓഫ് ടി നമുക്ക് കിട്ടുന്നുണ്ട്. എന്താണ് കിട്ടുന്നത്? ഡി ക്യൂ ബൈ ഡി ടി. അപ്പോൾ ഈ ക്യൂവിനെ നമുക്കിവിടെ എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സി ഇൻറ്റു വി സി. അപ്പം എങ്ങനെ എഴുതും? ഡി ബൈ ഡി ടി ഓഫ് സി ഇൻറ്റു വി സി. അപ്പോൾ നമുക്കറിയാം കപ്പാസിറ്റൻസ് വാല്യൂ എന്താണ്? ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പം ആ കോൺസ്റ്റൻറ്റ് നമുക്ക് പുറത്തേക്ക് എടുക്കാം. പിന്നെ എന്താ വരുന്നത്? ഡി വി സി ബൈ ഡി ടി എന്ന് കിട്ടും. ഓക്കെ, അപ്പം ഫൈനലായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത് സി ഇൻറ്റു ഡി വി ഇൻ ബൈ ഡി ടി. അതെന്തുകൊണ്ടാണ് അവിടെ വി ഇൻ എഴുതാൻ കാരണം? അതായത് കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്താണ്? വി ഇൻ തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു റിയാക്റ്റൻസ് എന്താണ്? തൊട്ട് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മൾ കൊടുക്കുന്ന സമയത്ത് 2 കണ്ടീഷൻസ് പറഞ്ഞു അല്ല, എങ്ങനെ സെറ്റ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അതിലെ തൊട്ട് മുന്നേ നമ്മളെന്താ പറഞ്ഞിരുന്നത്? ദ വാല്യൂ ഓഫ് എക്സ് സി ഷുഡ് ബി 10 or more times larger than ആർ എന്നാണ് പറഞ്ഞത്. ഓക്കെ, റിയാക്റ്റൻസ് വളരെ ഹൈ ആയത് കാരണം, റെസിസ്റ്റൻസ് വാല്യൂവിനെക്കാട്ടും വളരെ ഹൈ ആയിട്ടുള്ള റിയാക്റ്റൻസ് ആണുള്ളത്. അപ്പോൾ എന്താ സംഭവിക്കുക? വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് കപ്പാസിറ്റർ ആയിരിക്കും കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാകുക. അതായത് റെസിസ്റ്റൻസിനെക്കാട്ടും 10 ടൈംസ് അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആണ് റിയാക്റ്റൻസ് കപ്പാസിറ്ററിൻ്റെ അല്ലേ? നമ്മൾ ഒരു വോൾട്ടേജ് നമ്മളൊരു 2 സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത സർക്യൂട്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അതിൻ്റെ മാക്സിമം റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റിയാക്റ്റൻസ് ഉള്ള കമ്പോണൻറ്റിന് അക്രോസ് ആയിരിക്കും ആ വോൾട്ടേജ് മുഴുവൻ ഡ്രോപ്പ് ആവുക അല്ലേ? സോ എന്തായിരിക്കും? വി സി എന്ന് പറയുന്നത് ഇൻപുട്ട് വോൾട്ടേജിന് ഈക്വലായിട്ട് മാറും. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയത് സി ഇൻറ്റു ഡി വി ഇൻ ബൈ ഡി ടി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതിവിടെ താഴെ കണ്ടീഷൻ എഴുതിയിട്ടുണ്ട്. സിൻസ് എക്സ് സി വെരി മച്ച് ഗ്രേറ്റർ ദാൻ ആർ, റെസിസ്റ്റൻസിനെക്കാട്ടും വളരെ കൂടുതലായത് കാരണം, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് വളരെ കൂടുതലായത് കാരണം ഓൾമോസ്റ്റ് ഓൾ ദി ഇൻപുട്ട് വോൾട്ടേജ് വി ഇൻ അപ്പിയർ അക്രോസ് ദി കപ്പാസിറ്റർ. എല്ലാ വോൾട്ടേജും വി ഇൻ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് കംപ്ലീറ്റ് ഈ കപ്പാസിറ്ററിൻ്റെ അക്രോസ് ആണ് അപ്ലൈ ആവുന്നത്. ഓക്കെ, സോ വി സി ഈസ് ഈക്വൽ ടു വി ഇൻ. അപ്പോൾ നമുക്കിനി എന്ത് കിട്ടും? ഐ സി ടിനെ നമ്മൾ എഴുതി. അതായത് കറണ്ട് ത്രൂ കപ്പാസിറ്റർ അറ്റ് ടൈം ടി, ഐ സി ഓഫ് ടി ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ഡി ബി ഇൻ ഓഫ് ടി ബൈ ഡി ടി. ടി എന്നുള്ള ടൈം പോയിന്റിലുള്ള ഇക്വേഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഔട്ട്പുട്ടാണ്, വി ഔട്ട് അല്ലേ? വി ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് വരുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് നമ്മൾ എടുക്കുന്നത്. സർക്യൂട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവിടെ റെസിസ്റ്റർ കാണിച്ചിട്ടുണ്ട്. ആ റെസിസ്റ്ററിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് നമ്മൾ വി ഔട്ടായിട്ട് എടുത്തിരിക്കുന്നതാണ്. വി ഔട്ട് ഇസ് ഈക്വൽ ടു വി ആർ ആണ്. വി ആർ എന്ന് പറഞ്ഞാൽ എന്താ? റെസിസ്റ്ററിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ബേസിക് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വി ഇസ് ഈക്വൽ ടു ഐ ആർ. അപ്പം റെസിസ്റ്റൻസ് വാല്യൂ ഇൻറ്റു കറണ്ട് ത്രൂ ആർ, ഇതാണ് ആർ ഇൻറ്റു ഐ ആർ എന്ന് വരുന്നത്. ഓക്കെ, അപ്പം നമുക്കിവിടെ അറിയാൻ പറ്റും ഇതൊരു സീരീസ് കണക്ഷൻ ആയത് കാരണം ഐ ആർ ഇസ് ഈക്വൽ ടു ഐ സി. കപ്പാസിറ്ററിലൂടെ എന്ത് കറണ്ടാണോ പാസ് ചെയ്യുന്നത് അതേ കറണ്ട് തന്നെയാണ് റെസിസ്റ്ററിലൂടെയും പാസ് ചെയ്യുന്നത് അല്ലേ? സോ എന്താണ് കിട്ടുന്നത്? വി ഔട്ട് ഈസ് ഈക്വൽ ടു എന്താ വരിക? വി ഔട്ട് ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഐ ആർ അല്ലേ? ആർ ഇൻറ്റു ഐ ആറിൻ്റെ ഐ ആർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഐ സി തന്നെയാണെന്ന് ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞു.
ഐ ആർ ഈസ് ഈക്വൽ ടു ഐ സി ആയത് കാരണം ഈ ഐ സിയുടെ ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വി ഔട്ട് ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഐ ആർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ സി ദാറ്റ് ഈസ് ഈക്വൽ ടു സി ഇൻറ്റു ഡി വി ഇൻ ബൈ ഡി ടി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ദസ് ദി ഔട്ട്പുട്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി ഡിഫറൻഷ്യൽ ഓഫ് ഇൻപുട്ട്. സോ വി ഔട്ട് ഈസ് ഈക്വൽ ടു ആർ സി ഇൻറ്റു ഡി വി ഇൻ ബൈ ഡി ടി. എന്താണ്? ഡിഫറൻഷ്യൽ ഓഫ് ഇൻപുട്ട് വോൾട്ടേജ്. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി ഡിഫറൻഷ്യൽ ഓഫ് ദി ഇൻപുട്ട് വോൾട്ടേജ്. അങ്ങനെ ഈ സർക്യൂട്ട് എന്തായിട്ട് വർക്ക് ചെയ്യും? ഒരു ഡിഫറൻഷ്യേറ്ററായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഇതിൽ ആർ സി കോൺസ്റ്റൻറ്റും ആയിട്ടുള്ളൊരു ഡിപ്പെൻഡൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? ആർ സി കോൺസ്റ്റൻറ്റ്, ടൈം കോൺസ്റ്റൻറ്റ് ആർ സി എന്നുള്ള എന്തായിരിക്കണം? വളരെ ചെറുതായിരിക്കണം എന്ന് പറഞ്ഞു അല്ലേ? അപ്പം വളരെ വലിയൊരു വാല്യൂ ആണ് ആർ സി കോൺസ്റ്റൻറ്റ് വരിക. ഇവിടെ താഴെ ഒരു ടൈം സിഗ്നലിൻ്റെ പ്ലോട്ട് കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ വി. ഒരു സ്ക്വയർ വേവ് ആണ് എന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഒരു സ്ക്വയർ വേവ് നമ്മൾ അപ്ലൈ ചെയ്തു. ആ സ്ക്വയർ വേവ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൽ വരുന്ന ഡിഫറൻഷിയേഷൻ്റെ ചേഞ്ചാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ താഴെ കാണുന്ന പ്ലോട്ട് ഒന്നും കൂടി ശ്രദ്ധിക്കുക. ഇവിടെ എന്താ കാണിച്ചിരിക്കുന്നത്? ഇൻപുട്ട് സിഗ്നൽ ഒരു സ്ക്വയർ വേവ് നമ്മൾ ഈ ആർ സി സർക്യൂട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. ദെൻ ഡിഫറെൻറ്റ് വി ഔട്ട്സ് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ആർ സി ടൈം കോൺസ്റ്റൻറ്റ്. ഇവിടെ ഹൈ ആർ സി വാല്യൂ, ടൈം കോൺസ്റ്റൻറ്റ് ഹൈ ആയിട്ടുള്ള വാല്യൂ വരുമ്പം ഡിഫറൻഷിയേഷൻ എന്താണ്? അത്ര പെർഫെക്റ്റ് അല്ല. ആർ സി വാല്യൂ ലോ ആകുമ്പോഴെന്താണ്? നമുക്ക് പെർഫെക്റ്റ് ഡിഫറൻഷിയേഷൻ കിട്ടും. അപ്പോൾ ഇതുപോലത്തെ സ്പൈക്കായിട്ടുള്ള വേവ് ഫോംസ് ആണ് ഡിഫറൻഷിയേറ്ററിൽ നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ എന്ത് വേണം അതിന്? ആർ സി വാല്യൂ വളരെ കുറവായിരിക്കണം, ടൈം കോൺസ്റ്റൻറ്റ് കുറവായിരിക്കുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ഡിഫറൻഷിയേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് മൊത്തത്തിൽ ഒരു ആർ സി ഡിഫറൻഷിയേറ്റർ എന്ന് പറയുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഒന്നുകൂടി ശ്രദ്ധിച്ച് കാണുക, എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ.